ഇന്ത്യൻ സിനിമയിലെ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് തരിപ്പണക്കിക്കൊണ്ട് അങ്ങനെ വെറും 6 ദിവസം കൊണ്ട് പുഷ്പ ദ റൂൾ എന്ന് പറയുന്ന സിനിമ 1000 കോടി ക്ലബിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ തൊട്ടന്നെ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ വന്നിരുന്നെങ്കിൽ കൂടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ ഹൗസ് ഒഫീഷ്യലായിട്ട് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യണ വരെയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ മൈത്രി മൂവി മേക്കേഴ്സ് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തു. 1002 കോടി രൂപ ഗ്ലോബൽ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 6 ദിവസം കൊണ്ട്. 6ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ 82 കോടി രൂപ ഗ്രോസ് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1002 കോടി രൂപ ഗ്ലോബൽ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയിരിക്കുകയാണ് വെറും 6 ദിവസം കൊണ്ടാണ്. 10 ദിവസം കൊണ്ടാണ് ബാഹുബലി 2 1000 കോടി ക്ലബിൽ കയറുന്നെങ്കിൽ ഇത് വെറും 6 ദിവസം കൊണ്ട്. ബോക്സ് ഓഫീസ് തൂക്കിയടി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ബോക്സ് ഓഫീസ് തൂക്കിയടി. അതായത് വെറും 6 ദിവസം കൊണ്ട് 1002 കോടി ക്ലബിൽ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഭവമല്ല. ശരിക്കും ബോളിവുഡിലെ ഡയറക്ടേഴ്സ് തൊട്ട് പ്രൊഡക്ഷൻ ഹൗസ് തൊട്ട് എല്ലാ നടന്മാർ വരെ ശരിക്കും അങ്ങോട്ട് പേർക്കിനി. ഇനി ഒരു റെക്കോർഡ് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. പൊളിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ റെക്കോർഡും തകരും. പക്ഷെ ഈ റെക്കോർഡ് തകർക്കണമെങ്കിൽ അതിന് മാത്രം കപ്പാസിറ്റി ഉള്ളൊരു പടം വരണം. അതിന് മാത്രം എന്താ പറയുക, അതിന് മാത്രം ഒരു എടുത്ത പൊന്താത്ത ഒരു റിപ്പോർട്ട്സ് വരുന്ന പടം. റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ പുഷ്പയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള റിപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര റിപ്പോർട്ട്സാണ്. അത്രമാത്രം അങ്ങോട്ട് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള ഒരു പടം വന്നാൽ മാത്രമേ ഇനി ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 6 ദിവസം കൊണ്ട് മേ ബി 1000 മേലെ കിട്ടാത്തല്ലെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ ഇത്ര റെക്കോർഡ് ഇടുക എന്നുള്ളത് കാലക്രമേണ വരാതിരിക്കില്ല. പക്ഷെ അതുവരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ഈ റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം പുഷ്പരാജ് തന്നെ റൂൾ ചെയ്യും. മീൻസ് അല്ലു അർജുൻ തന്നെ റൂൾ ചെയ്യും. ഇത്രയും വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് എലൈറ്റ് ക്ലബിൽ 1000 കോടി ക്ലബിൽ നേടാന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് സിനിമയിൽ നിന്ന് 4 പടങ്ങൾ കയറിയിട്ടുണ്ട്. ബാഹുബലി 2, കൽക്കി, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുഷ്പ. ഈ സിനിമകളൊക്കെ 1000 കോടി ക്ലബിൽ ഓൾറെഡി RRR ഈ 4 പടങ്ങൾ ഓൾറെഡി കയറി കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് തെലുങ്ക് സിനിമയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു എന്താ പറയുക ഒരു ആധിപത്യം നമുക്ക് ഇതോടുകൂടി ഉറപ്പിക്കാൻ പറ്റും. അവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാജമൗലിയുടെയാണ് 2 സിനിമകൾ, പ്രഭാസിന്റെയാണ് 2 പടങ്ങൾ. ഇവിടെ രാജമൗലി അല്ല, അതല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നീഷ്യനോ അല്ല ഈ പുഷ്പാട്ടുന്റെ പിന്നണിയിലുള്ളത്. ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വേറെ ലെവൽ അച്ചീവ്മെന്റ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെ. പക്ഷെ ഇത്രമാത്രം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളത് മേ ബി അവരൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. ഇപ്പൊ ഈ റെക്കോർഡ് തകർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിലൊക്കെ. അല്ലെങ്കിൽ റെക്കോർഡുകളാണല്ലോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസം ഓടുക, 150 ദിവസം ഓടുക, 200 ദിവസം ഓടുക. ആ ഒരു സെറ്റപ്പ് ഒന്നും ഇനിയുള്ള കാലഘട്ടത്തിലില്ല. ഇനി സിനിമയുടെ സക്സസിനെ വിലയിരുത്തുക, കൊമേഴ്ഷ്യൽ സക്സസിനെ വിലയിരുത്തുക, എത്ര കോടി കളക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കളക്ഷൻ റെക്കോർഡുകളാണ് എത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എത്ര ദിവസങ്ങൾക്കുള്ളിൽ കളക്ഷൻ റെക്കോർഡ് ഇടാം എന്നുള്ള ലെവലിലുള്ള സംഭവങ്ങളാണ്. ഇപ്പം നമ്മളുടെ നാട്ടിലോ അല്ലെങ്കിൽ കുറെ കാണാറുണ്ട് 100 കോടി ക്ലബിൽ കയറി, 150 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അതെന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ആള് കയറുന്നത് ഏകദേശം കണ്ടറിയാം ഈ സിനിമ എത്രത്തോളം വലിയ ക്ലബുകളിൽ കയറുമ്പോൾ എത്രത്തോളം കളക്ഷൻ അത് എടുക്കും എന്നുള്ളത്. ഇപ്പം ഇന്ന് വരെ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഈ 1000 കോടി ക്ലബിൽ കയറി എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഞാൻ ബിഗ് മൈ ഷോയിൽ വീണ്ടും നോക്കിയപ്പോൾ 1 hour ബിഫോർ 45,000 ടിക്കറ്റ്സ് സെയിലായിട്ടുണ്ട്. അതായത് 1 മണിക്കൂർ മുമ്പ് 45,000 ടിക്കറ്റുകൾ സെയിലായി പോയിട്ടുണ്ട് 6 ദിവസമായിട്ടും. ഇപ്പോൾ ഇതിൽ വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹിന്ദി വേർഷനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം യൂട്യൂബിൽ പുഷ്പ 2ന്റെ ഹിന്ദി വേർഷൻ അപ്ലോഡ് ചെയ്തിട്ട് 2.5 മില്യൺ, അതായത് 25 ലക്ഷത്തോളം ആളുകൾ കണ്ടു. അത്രയും പേര് കണ്ടിട്ട് വരെയുള്ള കളക്ഷൻ ഫിഗറാണ് ഞാനിപ്പോൾ പറഞ്ഞത് പുറത്ത് വന്നിട്ടുള്ളത്. സോ അത്രമാത്രം ജനങ്ങൾ അല്ലെങ്കിൽ അത്രമാത്രം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഈ സിനിമ കണ്ടിട്ടുണ്ട്. കാണാൻ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും 1 hour ബിഫോർ 40,000 ടിക്കറ്റ്സ് സെയിലാവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. കേരളത്തിലൊക്കെ 1 crore ബിലോ ലെവലിലേക്കൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ട് എന്താ പറയുക തമിഴ്നാട്ടിൽ 50 കോടി ക്ലബിലെത്തി. സോ കർണാടകയിൽ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കളക്ഷൻ ഞാൻ നോക്കിയപ്പോൾ ആ ലെവലിൽ കുറവാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻ റേഞ്ചും തെലുങ്ക് റേഞ്ചിലാണ് ഇത് ഏറ്റവും വലിയ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോക്സ് ഓഫീസ് ഹുറിക്കൻ എന്ന് പറയില്ല ആ ലെവലിൽ. സോ എന്തായാലും ഇനി എല്ലാവരും പുഷ്പ 2ന്റെ റെക്കോർഡ് വേദിക്കുക എന്നുള്ള ലെവലിൽ ആണ് പണിയെടുക്കാൻ. എനിക്ക് ചാൻസ് തോന്നുന്നു ഷാറുഖ് ഖാനൊക്കെ ഒരു സിനിമ കൊണ്ടുവന്നാൽ വലിയൊരു ലെവലിൽ ഒരു പടം കൊണ്ടുവന്നാൽ ഇതൊക്കെ അടിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷെ ഷാറുഖ് ഖാൻ ആണെങ്കിൽ കൂടി കുറച്ച് വയർക്കും ഈ ഒരു കളക്ഷൻ റെക്കോർഡ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഈ അല്ലു അർജുൻ്റെ സിനിമകൾ ഫ്യൂച്ചറിൽ വരുന്ന സിനിമകളുടെ ഒക്കെ ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഇനി വാനോളായിരിക്കും.
അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പുഷ്പ 3നെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ആ വീഡിയോസിൽ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. നമ്മളെല്ലാ ദിവസവും പരമാവധി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വർക്കുകളുടെ തിരക്കും കാരണം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോസ് കുറയണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പുഷ്പ 2ന്റെ കളക്ഷൻസ് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ എത്ര കളക്ഷൻ വരണേ, ഓരോ ദിവസം നല്ല രസമാണ് സംഭവം കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സൗത്തിൽ നിന്നൊരു പടം ഇങ്ങനെ വന്ന് കയറി അടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ബോളിവുഡിലെ ഇൻഡസ്ട്രിക്ക് മുമ്പ്, കുറച്ച് കാലം മുമ്പ് വരെ അവരാണ് ഇന്ത്യൻ സിനിമയിലെ ടോപ്പിൽ നിൽക്കുന്നുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വർഷം ചിരഞ്ജീവി പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മൾ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു കൗതുകം ഉണർത്തുന്നൊരു സംഭവം തന്നെയാണ് ഈ പുഷ്പ 2ന്റെ സക്സസ് എന്നുള്ളത്. ഇത് മിക്സഡ് റിവ്യൂ വന്നിട്ടാണ് ഈ പടം ഇങ്ങനെ കയറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ അല്ലു അർജുൻ, സുകുമാർ, ഓൾ ദ ടെക്നീഷ്യൻസ് ബിഹൈൻഡ് പുഷ്പ 2. എന്താണെങ്കിലും നമ്മൾ ഈ സിനിമയുടെ വരും അപ്ഡേറ്റ്സുകളും അല്ലെങ്കിൽ വരും വിശേഷങ്ങളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.